ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ അതേ ഇന്നത്തെ ദിവസം കണ്ടില്ലേ, എന്തൊരു ഭംഗി. കൊക്ക് ചന്ദ്രനൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ ഒരു ദിവസമാണ്. അപ്പോൾ വൈകുന്നേരമായി ജോലിക്കൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ജോലി കാരണം ആണ് ഇപ്പോൾ ഇത്തിരി തിരക്ക്. യൂട്യൂബൊന്നും അങ്ങനെ പെട്ടെന്ന് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദൈവം പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, ഒരു ജോലിയൊക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അതേ ജോലി കാരണം ഇത്തിരി തിരക്കൊക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബ് കാര്യങ്ങളിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പലപ്പോഴും ഞാനായാലും കുറേ പാപത്തിലൊക്കെ പെട്ട് വീണ്ടും വീണ് പോയി. അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ, അത്രയും പെർഫെക്റ്റ് അല്ലേ നമ്മൾ. കുറേ പാപങ്ങൾ വീണ് പോകും. അപ്പോൾ ഇത്തിരി അകലും നമ്മൾ ദൈവത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥന കൈവിട്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ പ്രാർത്ഥന കൈവിട്ടില്ല. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പറ്റണ സമയമൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് പോകണ നേരമായാലും ഓരോ പള്ളികളൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വക പ്രവർത്തനം എന്നിൽ നിന്ന് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പായാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അത് അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പ്രാർത്ഥന നിരന്തരമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഈ യൂട്യൂബ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എന്ത് പറയണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര പ്രിപ്പയർഡ് പോലെ അല്ല. ഞാൻ മുന്നൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വെക്കും ഇനി എന്ത് പറയണം. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ എന്ത് പറയണം എന്നൊന്നും അങ്ങനെ അറിയണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥേനെ തന്നെ ഞാനൊരു കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലുള്ള പല ആപത്തുകൾ. അപ്പോൾ നമ്മളെ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ എല്ലാ ലോകത്തിനോട് നമ്മൾ യോജിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടൊത്ത് നമ്മൾ ജീവിച്ചു പോകണം, അല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ രീതികൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ദൈവം നൽകി അനുഗ്രഹിക്കുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകണം. കാരണം അത് ഞാൻ അനുസരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കേണ്ടതല്ലേ. അപ്പോൾ ആ ഒരു ചിന്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് സമർപ്പിക്കുകയെങ്കിലും നമ്മൾ നമ്മുടെ പൊട്ടത്തരം ചെയ്യരുത്, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാം ദൈവം തരുമെന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളൊരു കല്ല് പ്രതിമയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഇരുത്തിയാൽ മതിയായിരുന്നു. കൈയും കാലും ഇതൊക്കെ തന്ന് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്ന് പ്രവർത്തിക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ വെച്ച് നമ്മൾ പല മേഖലയിൽ നമ്മൾ പണിയെടുക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ സമ്പാദിക്കുക. പൈസ ഉണ്ടാക്കണ്ടെന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല. അധ്വാനിക്കുക, പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അത് ദാനം ചെയ്യാനും പഠിക്കണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊക്കെ ഒരു 10% കൊടുക്കണമെന്ന് പറയാം. ഞാൻ ഇന്നേ വരെ ഒന്നും അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. അതിനങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ കയറി കുറച്ചായിട്ടുള്ളൂ. എന്നാലും ആ ഒരു ശീലം കാര്യങ്ങളൊന്നും എന്നിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇനി എപ്പോൾ വരാനാണാവോ. ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായു കൊണ്ട് പറഞ്ഞു വെക്കണ കാര്യങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. യൂട്യൂബിലൊക്കെ ഞാൻ അങ്ങോട്ട് ഇടാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയായി മാറണം, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കും. അപ്പോൾ ഞാൻ ദൈവത്തെ പറ്റി പറഞ്ഞു വരണത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് പോവുകയാണെങ്കിൽ ഈ ആൾക്കാർ തന്നെ നമ്മളെ കുറ്റപ്പെടും. നീ മുന്നേ ദൈവത്തെ പറ്റി അത് ഇതൊക്കെ അടിച്ചു വിട്ടിട്ട് ഇപ്പം നീ എവിടെ? ആ ഒരു ചോദ്യം വരുമ്പോൾ ആ ഒരു നാണക്കേട് മറയ്ക്കാനായിട്ടായാലും ഞാൻ തിരിച്ച് ദൈവത്തിലോട്ട് വരും. അപ്പം മനുഷ്യന്മാർക്ക് നാണക്കേടാണ് സഹിക്കാൻ പറ്റാത്തത്. ആ നേരത്ത് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ഫുള്ള് മണ്ടത്തരങ്ങൾ വിളിച്ചു പോവുക. പക്ഷേ അതെന്തുകൊണ്ട്? അത് ഞാൻ ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് ഞാനത് ഇപ്രകാരം ഞാൻ എൻ്റെ വായ കൊണ്ട് ഞാനത് പറഞ്ഞ് വെക്കണത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അതിൽ നിന്ന് ആരെങ്കിലും എന്ത് പറഞ്ഞാലും ഞാനതിൽ നിന്ന് മാറില്ല. അപ്പോൾ അതുപോലെ തന്നെ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് എനിക്ക് അത്രമാത്രം എനിക്കിപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ തുടങ്ങി വെക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുക, മനസ്സിലായി? എനിക്ക് എൻ്റെ വിശ്വാസം അങ്ങോട്ട് പ്രഖ്യാപിക്കണം. ദൈവത്തെ പറ്റി പറയണം, പഠിപ്പിക്കണം. ആഗ്രഹങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തൊട്ട് തുടങ്ങുക, ഉള്ള ഇത് വെച്ച് തുടങ്ങുക. അതുപോലെ തന്നെ
നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പലതും നേടുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കണം. ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ജോലി കാര്യങ്ങൾ കിട്ടി, പ്രാർത്ഥിക്കൽ മാത്രമല്ല അതിൻ്റെ കൂടെ അപ്പുറത്തേക്ക് നമ്മൾ പരിശ്രമിക്കലും കൂടെ വേണം. അപ്പോൾ താൻ പാതി ദൈവം മതി, നമ്മുടെ പാതി നമ്മൾ ചെയ്യണം. ഫുള്ള് ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. അപ്പോൾ അതുപോലെ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹങ്ങൾ പലർക്കും ലഭിച്ചതിന് ശേഷം ദൈവത്തെ ആർക്കും വേണ്ട. അപ്പോൾ പലരും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ഭയങ്കര തിരക്കായി പറഞ്ഞ് നിർത്തി കളയാം. അപ്പോൾ അതുപോലെ എനിക്ക് നിർത്തി കളയാൻ ആഗ്രഹമില്ല. എനിക്ക് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ വിശ്വാസ പ്രഖ്യാപനം അങ്ങോട്ട് നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് ഈശോനെ പറ്റി കൂടുതൽ അറിയാൻ, ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റി പഠിപ്പിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സമയം കാര്യങ്ങൾ കിട്ടണില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയാലും ഞാനത് ഉണ്ടാക്കും. ഇനി പുതിയ ഒരു ഇത്തിരി ടഫ് സ്റ്റേജ്, ഇപ്പോൾ നമ്മൾ ജോലിക്ക് കയറിയിട്ടില്ല ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലാഗ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളായാലും ഇത്തിരി പാപത്തിലേക്കൊക്കെ വീണ് പോകും. അപ്പോൾ അത് കാരണം ദൈവത്തിൽ നിന്ന് അകന്നിട്ടില്ല എങ്കിലും ആ ഒരു അർജ് പോവും. ആ ഒരു വീഡിയോ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ത്വര കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പയ്യില്ലാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇനി ഇത് എന്നാ ഉണ്ടാക്കുക, ഒരു ഐഡിയ വരുന്നില്ല. അപ്പം ഇന്ന് എനിക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ തോന്നി. അപ്പം ഇന്ന് അങ്ങോട്ട് ഞാൻ വന്ന് വീഡിയോ കാര്യങ്ങൾ തുടങ്ങും. എൻ്റെ മുന്തിരി ഭംഗിയത് ഇന്നത്തെ ദിവസം തന്നെ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. നല്ല ചുവപ്പും മഞ്ഞയും നീലയും എല്ലാ കളറുകൾ നിറഞ്ഞിട്ടുള്ളൊരു സ്കൈ. വൈകുന്നേരം ഇപ്പോൾ ലൈറ്റ് പോവും. അപ്പോൾ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അനുഗ്രഹങ്ങളിലുള്ള ആപത്തുകളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ ഇത് പറഞ്ഞ ജോലി കാര്യങ്ങൾ ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന് പറയും. പ്രാർത്ഥിച്ചു. ഞാൻ ഈ വീട് വിട്ട് പോകാൻ, എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് അകന്ന് പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം ഇവരുടെ കൂടെ ഇവിടെ നിന്നിട്ട് തന്നെ നമ്മൾക്ക് ഇല്ലാത്ത പാപങ്ങളുണ്ട്. ഇനി ഇവരിൽ നിന്ന് കുറച്ചുകൂടെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ പാപത്തിലേക്ക് പോകും. ദൈവം എല്ലാവർക്കും ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോരുത്തർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ അത്രത്തോളം നമ്മൾക്ക് കേപ്പബിലിറ്റി ദൈവം തന്നു, ഒരു ഫ്രീ വില്ല്. ദൈവം പോലും നമ്മളെ ഭരിക്കാനില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ പോവാം. പക്ഷേ അവസാനം വിധി ദിവസം ഉണ്ടാവും. അന്ന് നമ്മൾക്ക് ഒന്നും പറയാനില്ല. അതിന് മുന്നേ നമ്മൾ നമ്മുടെ ജീവിതത്തിനൊരു പാഠമാക്കി കണ്ടിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടാവണം. അന്നത്തെ ദിവസം ഇപ്പോൾ ഈശോ ഇവിടെ വന്ന് മരിച്ചു. അപ്പോൾ നമ്മൾ ഈ കുർബാന ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത്ര നിരവധി മനുഷ്യർ ക്രിസ്ത്യാനിയിലോട്ട് മാറിയത് മാത്രം കൊണ്ട് നമ്മൾ സ്വർഗത്തേക്ക് പോയില്ല. അതുപോലെ അത് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് യോഗ്യത ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം, അതിനൊരു താല്പര്യം ഉണ്ടാവണം. അപ്പം നമ്മൾക്ക് പല അനുഗ്രഹങ്ങളും കിട്ടിയത് കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അപ്പം എൻ്റെ ഈ ഒരു കാര്യങ്ങളും ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ജോലി കാര്യങ്ങൾ കിട്ടി ഇത്തിരി ലാഗായി ഈ വീഡിയോ കാര്യങ്ങൾ ഉണ്ടാകണത്. അപ്പോൾ മനുഷ്യരായാലും പക്ഷെ ഞാൻ ദൈവത്തെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനയിലൂടെ ദൈവത്തെ കൂടെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈശോനെ പറ്റി നിങ്ങൾ പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അവസരം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം എപ്പോഴും കണ്ടുവെക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ വിട്ടുപോരുത്. ഇപ്പോൾ ബൈബിളിലായാലും പറയുന്നത് ഫോഴ്സ് ചെയ്യണം എന്ന് പറയാം. പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ അതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ എന്തോ അവിടെ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷെ എന്നാലും അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്താണ് എന്നെ ഈ പിടിച്ചു നിർത്തണേ പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ. അപ്പോൾ അവിടെയാണ് ഈ പിശാചിൻ്റെ ഓരോ കളത്തരങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അല്ലാണ്ട് ഈ വേറെ എന്ത് പാട്ട് പാടാനായാലോ സിനിമയുടെ ഡയലോഗ് പഠിക്കാനോ അതൊക്കെ നമ്മൾക്ക് ഒരു കുഴപ്പമില്ല, ഇൻട്രസ്റ്റ് കാര്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ മാത്രം ഭയങ്കര കഷ്ടപ്പാട്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു വലിയൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല, എന്തുകൊണ്ട്? അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഭൂമിനെ പറ്റി പറയുന്നത്, ഇപ്പോൾ ഉരുണ്ട ഭൂമി, സ്പേസ്, അത് അപ്പോൾ അതുപോലെ ബിഗ് കോൺസെപ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വലിയ ബുദ്ധിമാന്മാർ പറയും
നമ്മൾ അത് തൊണ്ട തൊടാണ്ട് ഇങ്ങോട്ട് വിഴുങ്ങും. അപ്പോൾ അതിലൊന്നും ഞാൻ അർത്ഥം വയ്ക്കുന്നില്ല. അതിലും വലിയ ബുദ്ധിമാന്മാരായ ഒരു കൃതിയാണ് ഈ ബൈബിള്. അത്രമാത്രം ഒരു കണക്ഷൻസിൻ്റെ ഒരു കൂമ്പാരം. അതുപോലെ തന്നെ പലരും എഴുതിക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു ലോജിക്കലി പോസിബിളല്ല, അത് ഒരു ഇമ്പോസിബിളായൊരു സംഗതിയാണ് ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രമാത്രം ഇൻഫർമേഷനും ഡീറ്റെയിൽ കാര്യങ്ങളും. അപ്പോൾ അത് എങ്ങനെ അത് നിർമ്മിച്ചു, ആ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അപ്പോൾ അതൊക്കെ പറ്റിയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ കാര്യങ്ങളിലൊക്കെ പറയാൻ സാധിച്ചത്. അപ്പോൾ കറക്റ്റ് നമ്മൾക്ക് എനിക്ക് എന്ത് പറയാൻ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്നൊന്നൊരു പിടുത്തില്ല. പക്ഷേ ഇങ്ങനെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളിലോട്ട് കൺവേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട രീതിയും എന്തൊക്കെ ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറായി പല സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് നിറച്ചേക്ക, സുഖങ്ങളും അതുപോലെ തന്നെ പണിയും ജോലി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറച്ചാണ്. മനുഷ്യർ ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ആ നേരത്ത് നമ്മൾ ദൈവത്തെ മറന്നു പോകും. അപ്പോൾ ദൈവത്തെ മറന്നു പോവാതിരിക്കാനായിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അത്ഭുതങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കരുത്. അപ്പോൾ പലരും ഞാൻ മുന്നേ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിയോഗങ്ങളൊക്കെ എഴുതിയിടും. പലരുടെ നിയോഗങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പോയി വേറെ സ്ഥലത്ത് പോയി സെറ്റിലാവാം. അപ്പോൾ അത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എൻ്റെ വീട്ടുകാരായാലും എന്നെ മുന്നേ കുറേ നിർബന്ധിക്കും, ഇവിടെ നിന്ന് മോന് പോയി എല്ലായിടത്തും പോയി രക്ഷപ്പെട്ടുകൊണ്ടാൽ പൈസ കാര്യങ്ങളുണ്ടായി. പക്ഷേ അത് പ്രാർത്ഥിച്ച് അത് നമുക്ക് ലഭിക്കും. അത് ദൈവം നൽകണ അനുഗ്രഹം. നമ്മൾ പ്രാർത്ഥിച്ചു ഇങ്ങനെ പുറത്ത് പോകാനായിട്ട്, അത് കിട്ടുമായിരിക്കും. അത് കിട്ടി. അത് കഴിഞ്ഞ് പുറത്ത് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ദൈവത്തെ ചിലപ്പോൾ പുറത്തുനിന്ന് വരില്ല. അവരുടെ ജീവിത രീതികളും ക്രമങ്ങളിലൂടെ നമ്മൾ പെട്ട് ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പം എൻ്റെ ജീവിത രീതികൾ, എൻ്റെ ഈ ചിന്താഗതി കാര്യങ്ങൾ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അവർക്ക് പൊട്ടത്തരം കാര്യങ്ങൾ പോലെ തോന്നും. അപ്പോൾ പലരും പലതിനെയും മനസ്സിലോട്ട് എടുക്കുന്ന രീതികൾ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ നേരത്ത് നമ്മൾ ലോകത്തിനോട് ഒത്തുചേർന്ന് പോകാൻ എല്ലാവരും ശ്രമിക്കുക. ഒഴുക്കിനെതിരെ ആരും നീന്താൻ ശ്രമിക്കില്ല. അത് മണ്ടത്തരം പോലെയാണ്. കാരണം പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ പാടാ. ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാ. ആൾക്കാർ അങ്ങനെയും ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷെ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത കാരണം, അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. അതുപോലെ തന്നെ സ്നേഹം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. സ്വയം കാര്യങ്ങൾ നോക്കി എല്ലാവരും മുന്നോട്ടോടാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കണം, എന്താണ് സ്നേഹമെന്ന് മനസ്സിലാക്കുമ്പോൾ. സ്നേഹം അറിയാത്തവർ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്നേഹം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കാണും. അപ്പോൾ നമ്മൾ പയ്യെ അതിൽ നിന്ന്, അപ്പോൾ എനിക്ക് ഈ സ്നേഹം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കുടുംബം ഇവരൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതായി തോന്നി. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകണ്ട, അങ്ങനെയൊക്കെ ഒരു കാരണത്താലാണ് ഞാൻ ഇവിടെ നിൽക്കണം. അപ്പോൾ ആൾക്കാർ പറയും പൊട്ടത്തരയാണ്, അതാണ്. പക്ഷേ എനിക്ക് അതൊരു പൊട്ടത്തരാണെങ്കിൽ എനിക്കതിലൊരു ശരി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ അപ്പനും അമ്മയും അവർ നോക്കി ഇവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ജോലി കിട്ടുമ്പോൾ ഇവിടെ അടുത്ത് പുറത്തായിട്ട് കിട്ടണം, എനിക്ക് പുറത്ത് പോകണ്ട. അപ്പോൾ ഞാനൊരു കൊച്ചിയിലെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം എനിക്ക് കൊരട്ടിയിൽ തന്നു. അപ്പോൾ എന്നും വീട്ടിലേക്ക് വന്നു പോകാനുള്ള, അപ്പോൾ അതുപോലെ അനുഗ്രഹങ്ങൾ കിട്ടി. എന്നിട്ടും ഞാൻ ദൈവത്തിൻ്റെ പ്രവർത്തനം എനിക്ക് അത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ എനിക്ക് തടസ്സങ്ങൾ വന്നു. തടസ്സങ്ങളെന്നല്ല, അതെൻ്റെ മടി കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ പ്രാർത്ഥന വിട്ടിട്ടില്ല. അത് നിങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥന വിടാതെ ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കണം പറയാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പ്രിപ്പയർഡ് ആവാണ്ട് പറയുമ്പോൾ അങ്ങോട്ട് പ്രിപ്പയർഡ് ആവാന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ചിന്തിച്ച് കുത്തി ഇങ്ങനെ ഇനിത് പറയണേ അത് പറയണേ അങ്ങനെ പറയണ ആളല്ല. എന്നാലും ഇന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈക്ക് ഇതിനെപ്പറ്റി പറയണം എന്ന് ഞാൻ മുന്നേ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കേസിൽ അങ്ങനെ പ്രീ പ്ലാനിങ് ഒന്നുമില്ല. കുറേ നാളെ ഇട്ടിട്ട് ലാഗ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്യാപ്പ് അടയ്ക്കണം. അപ്പോൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നോണം വന്ന് ഇപ്പോൾ ഇന്ന് ഇത്തിരി നേരത്തെ ഞാൻ പോന്നു. അപ്പോൾ ഞാൻ വന്നോണം വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ദൈവത്തെ മറക്കാതിരിക്കുക. അപ്പം എന്നെ കണ്ട് ആരും പഠിക്കരുത്. എൻ്റെ സ്വഭാവ രീതികൾ തുടക്കം തൊട്ടേ ശരിയല്ല.
അപ്പം ഞാൻ നിങ്ങളെ ദൈവത്തിലോട്ട് അടുപ്പിക്കാനേ ശ്രമിക്കണുള്ളൂ, അല്ലാണ്ട് എൻ്റെ സ്വഭാവ ജീവിത രീതിയിലോട്ട് നിങ്ങളെ കൊണ്ടുവരാനല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടുപിടിക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക. പിശാചിൻ്റെ മക്കളാവരുത്. ദൈവത്തെ അനുസരിക്കാത്തവരൊന്നും ദൈവത്തിൻ്റെ മക്കളല്ല. അതാണ് പിശാചിൻ്റെ മക്കളാവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലത് ചെയ്യുക, നന്മ ചെയ്യുക, അതുപോലെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹം മനസ്സിലാക്കുക, ദൈവത്തെ തിരിച്ചറിയുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നിരന്തരമായിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രവർത്തനം കാര്യങ്ങളില്ല. ഇപ്പം ഞാൻ പറഞ്ഞു ദൈവത്തെ പറ്റി പറയാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. കുറേ ആൾക്കാർ ചെയ്യുന്നവരുണ്ട് കേട്ടോ, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ പിള്ളേരൊക്കെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ കൊതിയാവും. അപ്പോൾ ആ വക കഴിവൊന്നും നമ്മൾക്കില്ല. അപ്പോൾ നമ്മളങ്ങോട്ട് തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് പറയണം, എവിടെയെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അങ്ങോട്ട് ഇടാണ്. കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും അവരെങ്ങനെ ചിന്തിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാനത് പ്രഖ്യാപിക്കും. എനിക്കിതൊക്കെ ദൈവം തന്നതുള്ള ഈ ജീവിതവും ഈ അപ്പനും അമ്മയും ഈ വീടും, എന്തുകൊണ്ട് ഞാൻ ഈ പുല്ലൂർ ഇവിടെ വന്ന് ജീവിച്ചു, ഇവിടെ വന്ന് ജനിച്ചു, ഈ ഷാജു ആനീരെ മകനായിട്ട് എന്തുകൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് ചേച്ചി അനിയത്തി എന്തിനു ഇവരൊക്കെ ദൈവം തന്നു, അതൊക്കെ തന്നെ ഉണ്ടായതെന്ന് പറയുമ്പോൾ ഒരു അർത്ഥമില്ല. അതെനിക്ക് ഒരാൾ നൽകിയ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര പേരത്ത് നാളൊന്നും എനിക്ക് അത്രത്തോളം ബുദ്ധിബോധമില്ല. ഞാൻ തോന്നിയോണം ഒഴുക്കിൻ്റെ കൂടെ പോവാറുന്നു. പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഇപ്പോൾ പല കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ ലോകത്തിനനുസരിക്കുന്നു, അതിലും ബുദ്ധിമാനായ ദൈവത്തെ ഞാൻ അനുസരിച്ചൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ സംസാരങ്ങൾ വളരെ നിസ്സാരമാണ്, പക്ഷേ എന്നാലും അതിൽ കുറേ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ ഇരുന്ന് ചിന്തിക്കണം, ആൾക്ക് സമയം കൊടുക്കണം. ദൈവത്തിന് സമയം കൊടുത്ത് ആളുടെ ഓരോ വാക്കുകൾ, ഇപ്പോൾ ബൈബിളിലെ ഓരോ വചനങ്ങളായിരിക്കും, അതിന് സമയം കൊടുത്ത് നമ്മൾ അതിൽ പഠിക്കുക, അതുമ്മ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചാൽ മതി. എന്നുവെച്ചാൽ കറയുള്ള സ്നേഹമല്ല, കറയില്ലാത്ത സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം. അങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് അതുപോലെ എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. എനിക്ക് അത്രമാത്രം സ്നേഹത്തിൻ്റെ ഇതില്ല. പക്ഷെ ഞാൻ പരിശ്രമിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണ പോലെ തന്നെ ഇതുപോലെ കഷ്ടപ്പാടാണ്. പക്ഷെ സത്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ദൈവത്തിലോട്ട് അടുക്കുക. അപ്പോൾ സത്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഇടണേ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞ് ഇരുട്ടായി. ഹായ്, ചന്ദ്രനും വന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ.